ഇന്ത്യയെ ലക്ഷ്യമാക്കി പാകിസ്ഥാൻ ഇന്ത്യയിലെ 15 പ്രധാന നഗരങ്ങളിലേക്ക് ഡ്രോൺ അറ്റാക്കുകൾ നടത്തുകയുണ്ടായി. എന്നാൽ ഇവയൊന്നും തന്നെ ഇന്ത്യയിൽ നിലം പതിക്കുന്നതിന് മുന്നേ അങ്ങ് ആകാശത്ത് വെച്ച് ഇന്ത്യയുടെ എയർ ഡിഫൻസ് ആർമി വീഴ്ത്തുകയുണ്ടായി. എങ്ങനെയാണെന്നല്ലേ? S-400 ഇന്ത്യയുടെ സുദർശന ചക്ര, ഇന്ത്യയുടെ വജ്രായുധം. എന്താണ് S-400? S-400 എന്നത് ഒരു അത്യാധുനിക വിമാന പ്രതിരോധ മിസൈൽ സിസ്റ്റമാണ്. ഇത് റഷ്യയിൽ വികസിപ്പിച്ചെടുത്താണ്. ഇതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ശത്രുദേശങ്ങളിലെ വിമാനങ്ങൾ, മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവയെ പെട്ടെന്ന് കണ്ടെത്തി തകർക്കുക എന്നതാണ്. റഷ്യയിലെ അൽമാസ് ആൻഡ് കമ്പനിയാണ് ഇത് നിർമ്മിച്ചത്. ഇതിൻ്റെ പ്രധാന സവിശേഷതകൾ: പരമാവധി പരിധി 400 കിലോമീറ്റർ, 30 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ പരമാവധി ഉയരം. അതേപോലെ തന്നെ 5 മിനിറ്റാണ് ഇതിൻ്റെ പ്രതികരണ സമയം. ഒരേ സമയം 80 ടാർഗറ്റുകൾ വരെ ട്രാക്ക് ചെയ്യാനും ആക്രമിക്കാനും കഴിയും. 4 തരം മിസൈലുകൾ ഇതിനുപയോഗിക്കാം, ഓരോരോ വ്യത്യസ്ത ദൂരത്തിനായി. 400 കിലോമീറ്റർ, 250 കിലോമീറ്റർ, 120 കിലോമീറ്റർ, 40 കിലോമീറ്റർ എന്നിങ്ങനെയാണ് വ്യത്യസ്ത ദൂരങ്ങൾ. ഇനി നമുക്ക് S-400 സിസ്റ്റത്തിലെ പ്രധാന ഭാഗങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഒന്നാമതായി വരുന്നത് റഡാർ സിസ്റ്റം. കൃത്യമായി 600 കിലോമീറ്റർ ദൂരത്തിൽ ടാർഗറ്റുകൾ കണ്ടെത്തുന്നു. മിസൈൽ ലോഞ്ചർ, പലതരം മിസൈലുകൾക്ക് സൗകര്യപ്രദമായ ലോഞ്ചിങ് സംവിധാനം. ഫയർ കൺട്രോൾ യൂണിറ്റ്, ലക്ഷ്യങ്ങൾ തിരഞ്ഞെടുക്കാനും ആക്രമിക്കാനുള്ള കൺട്രോൾ. അവസാനമായി വരുന്നത് കമാൻഡ് സെൻസർ, മുഴുവൻ സംവിധാനവും ഏകോപിപ്പിക്കുന്ന ഭാഗം. ഇനി ഇന്ത്യയിലേക്ക് എത്തിയതിൻ്റെ നാൾ വഴികൾ നമുക്ക് കാണാം. ഇന്ത്യ 2018 റഷ്യയുമായി $5.43 ബില്യൺ വിലയുള്ള കരാർ ഒപ്പുവയ്ക്കുന്നു. ആദ്യ യൂണിറ്റ് 2021 ഇന്ത്യയിലെത്തുന്നു. അന്ന് കാലത്ത് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടാണ് ഇത് കൊണ്ടിരുന്നത്. ഓരോ യൂണിറ്റിൻ്റെയും ചെലവ് എന്ന് പറയുന്നത് $500 മില്യൺ മുതൽ $1 ബില്യൺ വരെയാണ്. എങ്കിലും അതിൻ്റെ കാവൽ ശേഷി അതിനോട് അനുപാതികം കൂടുതലാണ്. S-400 മുന്നേ ഏറ്റവും കൂടുതൽ ദൂരം ഉപയോഗിക്കാൻ പറ്റിയിരുന്ന മൾട്ടി ലെയർ എയർ ഡിഫൻസ് എന്ന് പറയുന്നത് അമേരിക്കയുടെ തന്നെ പാട്രിയോട്ട് എന്ന് പറയുന്ന ഒരു സിസ്റ്റമായിരുന്നു. 160 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ പരമാവധി റേഞ്ച് വരുന്നത്. ഇന്ത്യക്ക് പുറമെ ചൈനയിലും തുർക്കിയിലും S-400 എന്ന് പറയുന്ന സിസ്റ്റം നിലവിൽ കയ്യിലുണ്ട്.